ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. GF ഗുഡ് ന്യൂസ് ഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ദൈവവചനം വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള ചില വാക്യങ്ങൾ. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവരുടെ ദൂതന്മാരെയും അവനോട് കൂടെ തള്ളിക്കളഞ്ഞു. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞല്ലോ. അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായും ജയിച്ചു. ഈ വചനം നമ്മൾ വായിക്കരുതെന്നും ഇതിൻ്റെ ശക്തിയൊന്നും നമ്മൾ അറിയരുതെന്നും ആഗ്രഹിക്കുന്ന ആൾ പിശാചാണ്. പിശാജ് ഒരു തോറ്റവനാണ്. പക്ഷെ ഇത് പറയാൻ ദൈവമക്കൾക്ക് ഭയങ്കര ഭയമാണ്. പിശാജിനോട് നമ്മൾ പറയണം, നീ തോറ്റവനാണ്, നീ ഞങ്ങളുടെ മേലെ യാതൊരുവിധ അധികാരം നടത്തുവാനായിട്ട് നിനക്ക് ഞങ്ങളുടെ മേൽ അവകാശമില്ല. നമ്മുടെ മേൽ അധികാരം നടത്തുവാനുള്ളതും നമ്മളെ ന്യായം വിധിക്കുവാനായിട്ടുള്ള ഏക ഭരണാധികാരി എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. കാരണം നാം ഇന്ന് അവൻ്റെ കീഴിലാണ്, നാം ഇന്ന് അവൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാണ്. ഇവിടെ അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദി. പിശാച് രാവും പകലും ദൈവമക്കളെ കുറ്റം ചുമത്തുന്നവനാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് 1 പത്രോസ് എഴുതിയ ലേഖനത്തിലെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആര് വിഴുങ്ങേണ്ടു എന്ന് ചുറ്റി നടക്കുന്നു. അതായത് പിശാച് തോറ്റവനാണ്, അവൻ തള്ളപ്പെട്ടവനാണ്. എന്നാലും ഇപ്പോൾ നമ്മൾ വായിച്ച പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുകയാണ്, നിങ്ങൾ ഉണർന്നിരുന്ന് സമചിത്തതയോടെ പ്രാർത്ഥിക്കണം. കാരണം എന്താണെന്നറിയാവോ, നമ്മുടെ എതിരാളിയായിരിക്കുന്ന പ്രതിയോഗിയായിരിക്കുന്ന പിശാച് അലർന്ന സിംഹം എന്ന പോലെ, അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങണമെന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുക. ഈ പുള്ളിക്ക് വിഴുങ്ങാനോട്ട് പറ്റുമോ ഇല്ല. പുള്ളി പക്ഷേ സിംഹത്തിൻ്റെ പോലെയാണ് അങ്ങനെ അങ്ങ് നടക്കുന്നത്. ഞാൻ എൻ്റെ ഒരു ദിവസത്തെ രാത്രിയിലുള്ള പ്രാർത്ഥനയിൽ എൻ്റെ മുൻപിൽ ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രി ഒരു 2 മണി സമയമായിട്ടുണ്ടാവും തോന്നുന്നു, വെളുപ്പിനെ. ആ സമയത്ത് എൻ്റെ മുൻപിൽ 2 വലിയ പിശാചുക്കൾ വന്നു നിന്നു. എനിക്ക് ശരിക്കും കാണാൻ പറ്റും, ഞാൻ കണ്ണടച്ചിരിക്കുകയാണ്. 2 വലിയ പിശാചുക്കളും മറ്റൊരു രൂപവും വന്നു നിന്നു. ആ രൂപം എന്താണെന്ന് ഇപ്പോൾ ഞാൻ വെളിപ്പെടുത്തുന്നില്ല. ഇത് 3ഉം കൂടി എൻ്റെ അവിടെ ഞാൻ കണ്ണടച്ചിരിക്കുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഒരു സൈഡിലായിട്ട് നിന്നു. നല്ല ഹൈറ്റ് ഉണ്ട് ഇവർക്ക്, ഏകദേശം 10 അടി ഉയരമുള്ള ആ റൂമിൻ്റെ 10 അടിയോളം തന്നെ അവർക്ക് ഉയരമുണ്ട്. ഞാൻ ഇരുന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പിശാചിനോട് പറഞ്ഞു, അയ്യോ ഞാനങ്ങ് പേടിച്ചു പോയി എന്ന് പറഞ്ഞു. നിങ്ങൾ വന്നിങ്ങനെ നിന്നപ്പോൾ ഞാനങ്ങ് ഭയപ്പെട്ടു പോയി എന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിനക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാനായിട്ട് പറ്റുകയില്ല. നീ തോറ്റവനാണ്, നീ പരാജയപ്പെട്ടവനാണ്. എൻ്റെ യേശു ജയാളിയാണ്, ഞാനും ജയാളിയാണ്. ഞാൻ ഒരിക്കലും ഇരയല്ല, ഞാൻ ജയാളിയാണ് എന്ന് പിശാചിനോട് ഞാൻ പറയുകയുണ്ടായി. പക്ഷെ ഇവനെങ്ങനെ നിൽക്കുക, ഇവൻ പോകാതെ ഇങ്ങനെ നിൽക്കുക. കണ്ണ് തുറന്നാൽ എനിക്ക് പിന്നെ അവനെ കാണാനും പറ്റുകയില്ല. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുക. അപ്പോൾ അവനെന്തോ വലിയ രൂപം മാതിരി അങ്ങ് നിൽക്കുക, ഗോലിയാത്ത് നിൽക്കുന്ന മാതിരി അവനിങ്ങനെ ഭയപ്പെടുത്താൻ ശ്രമിച്ചിങ്ങനെ നിൽക്കുക. അവനല്ല, ഈ 3 ശക്തികൾ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇവൻ്റെ കീഴെ ഇരുന്നു കൊണ്ട് ഞാൻ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്, ഞാൻ പതുക്കെ എഴുന്നേറ്റു. കണ്ണടച്ച് തന്നെ ഞാൻ എഴുന്നേറ്റിട്ട്, യേശുക്രിസ്തുവിൻ്റെ രക്തം നിന്റെ മേൽ തളിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ യേശുക്രിസ്തുവിൻ്റെ രക്തം തളിച്ച് അവനെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. ഇവിടെ നമുക്ക് തളിക്കുവാനായിട്ടുള്ള ഒരു വസ്തു എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ രക്തമാണ്. അതാണ് നമ്മൾ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായും ജയിച്ചു. നമ്മൾ പറയണം, നമ്മുടെ കർത്താവ് ജയാളിയാണ്, അവൻ മരണത്തെ കൊന്നവനാണ്. യേശു മരണത്തെ കൊന്ന് യേശു ജയിച്ചവനാണ്. മരണത്തിൻ്റെ അധികാരിയായിരുന്നു പിശാച്. എന്നാൽ യേശു തൻ്റെ മരണത്താൽ മരണത്തിൻ്റെ അധികാരിയായിരുന്ന പിശാചിനെ തോൽപ്പിച്ച് മരണപര്യന്തം ഭീതിയിലായിരുന്ന നമ്മളെല്ലാം അവൻ വിടുവിച്ചു. നമ്മൾ ഭയത്തിൻ്റെ ഒരു ആത്മാവിലായിരുന്നു, എന്നാൽ യേശു നമ്മളെ വിടുവിച്ചു. തൻ്റെ മരണത്താൽ യേശു ക്രിസ്തു നമുക്ക് വീണ്ടെടുപ്പ് നൽകി, നമുക്ക് രക്ഷ നൽകി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. തന്നെയല്ല, നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വലിയ പ്രൊട്ടക്ഷനാണ് യേശുക്രിസ്തുവിൻ്റെ രക്തം എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ രക്തം ഹേതുവായും അവർ ജയിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. ആളുകളെല്ലാം വിചാരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി നമ്മുടെ ഹൃദയത്തിൽ മാത്രം തെളിക്കപ്പെടുന്ന ഒന്നാണ് എന്നാണ്.
എന്നാൽ അങ്ങനെയല്ല. നമ്മൾ പഴയ നിയമത്തിലെ 12-ാം അധ്യായത്തിന്റെ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഇസ്രായേൽ ജനത്തിന്റെ വീണ്ടെടുപ്പിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അവരോട് പറയുന്നു, മാസങ്ങളുടെ ആദ്യ മാസമായ ആ മാസത്തിൽ നിങ്ങൾ ഇത്രാം തീയതി ഒരു ആടിനെ എടുക്കണം. ആ 1 വയസ്സുള്ള ആണാടായിരിക്കണം. അതിനെ 4 ദിവസം സൂക്ഷിക്കണം. അതിനുശേഷം നിങ്ങൾ സന്ധ്യാസമയത്ത് അതിനെ അറക്കണം. നിങ്ങൾ അതിനെ അറുത്തിട്ട് അതിൻ്റെ രക്തം കുറെ എടുത്ത് നിങ്ങൾ ഈ ആടിനെ ഭക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആ വീടിൻ്റെ കട്ടിളപ്പടിമേലും കുറുമ്പടിമേലും പുരട്ടണം. ഇവരുടെ ശരീരത്തിലൊന്നുമല്ല ആ ആടിൻ്റെ രക്തം അവർ അപ്ലൈ ചെയ്തത്. എവിടെയാണ്? അവർ താമസിക്കുന്ന വീടുകളുടെ കട്ടിളപ്പടിമേലും കുറുമ്പടിമേലുമാണ് ആ രക്തം അവർ പുരട്ടിയത്. ഇത് കാണുന്ന മിസ്രൈമ്യർക്കൊന്നും ഇത് മനസ്സിലാവുകയില്ല. എന്നാൽ രക്തത്തിന്റെ ശക്തി അപാരമാണ്. അവിടെ ആ മരിച്ചു പോയ ആട്ടുകൊറ്റന്റെ രക്തമെടുത്ത് അത് പെസഹായാകുന്ന യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ നിഴലായിരിക്കുന്ന ആ ഒരു ക്രിയ അവർ നടത്തിയപ്പോൾ, വിശ്വാസത്താൽ ആ ഒരു ക്രിയ നടത്തിയപ്പോൾ, ആ കട്ടപ്പടിമേലും കുറുമ്പടിമേലും അതിന്റെ രക്തം പുരട്ടിയപ്പോൾ അന്ന് രാത്രിയിൽ സംഹാരദൂതൻ അതുവഴി വരികയാണ്. അങ്ങനെ സംഹാരദൂതം വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ വീട്ടിലുള്ള ഒരു കുഞ്ഞുങ്ങൾക്കും ഒരാപത്തും വന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ശത്രുവിൻ്റെ വീട്ടിലുള്ള ഓരോ കുഞ്ഞുങ്ങൾ, ആദ്യജാതന്മാരും മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളെല്ലാം സംഹരിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതേ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അപാരമാണ്. നമ്മളത് അപ്ലൈ ചെയ്യണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ വസ്തുവകൾക്ക്, നമ്മുടെ വാഹനങ്ങൾക്ക്, നമ്മുടെ ജോലിക്ക്, നമ്മുടെ നെറ്റ്വർക്കുകൾക്ക് എല്ലാം യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മൾ അപ്ലൈ ചെയ്യണം. തന്നെയല്ല, പിശാചിന് ഇതിനെ തൊടാനായിട്ട് പറ്റുകയില്ല. യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ആ ഒരു കവറിങ്ങിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ സുരക്ഷിതരായിരിക്കുമെന്ന് കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, യേശുക്രിസ്തുവിന്റെ രക്തം ഹേതുവായിട്ട് അവർ അവനെ ജയിച്ചു. ആരെ വിഴുങ്ങേണ്ടു എന്ന് അലർന്ന സിംഹം എന്ന പോലെ, അവൻ സിംഹമല്ല, അവൻ ഒരിക്കലും സിംഹമല്ല. യൂദയുടെ സിംഹമാണ് യഥാർത്ഥത്തിലുള്ള സിംഹം. അവൻ കർത്താവായ യേശുക്രിസ്തുവാണ്. എന്നാൽ പിശാച് തോറ്റവനാണെന്ന് നമ്മൾ അവനോട് പറയണം. അപ്പോൾ അവൻ പരാജയം. കാരണം ശത്രുവിൻ്റെ ആ ശക്തി എത്രയുണ്ടെന്ന് നമ്മൾ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അവന് നമ്മുടെ നേരെ നിൽക്കുവാനായിട്ട് സാധിക്കില്ല. എന്നാൽ ശത്രു വലിയ പർവ്വതം പോലെ അങ്ങ് നിൽക്കുകയാണ്. നമ്മൾ ബലഹീനമായിട്ട്, നമ്മളാണ് ജയാളികൾ. കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് പിശാചിന്റെ കോട്ടകളിൽ നിന്ന്, അവൻ്റെ ആ കേന്ദ്രങ്ങളിൽ നിന്ന് ഓരോ ദിവസവും നിറയെ അമ്പുകൾ അവൻ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവമക്കളുടെ ഹൃദയത്തിലേക്ക്, മനസ്സിലേക്ക്, ചിന്തകളിലേക്ക് നിറയെ അമ്പുകൾ, പരാജയത്തിൻ്റെയും അല്ലെങ്കിൽ പലതരത്തിലുള്ള അമ്പുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തെല്ലാം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇവനെ അയക്കുന്ന അമ്പുകളെല്ലാം നമ്മൾ തിരിച്ചുവിടാനായിട്ട് നമുക്ക് അവകാശമുണ്ട്. ദൈവം തന്നെ അത് ചെയ്തുകൊള്ളും. നമ്മളതിനകത്ത് വലിയ ഇതൊന്നും എടുക്കേണ്ട കാര്യമില്ല. എങ്കിലും നാം യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ കവറിങ്ങിലായിരിക്കുമ്പോൾ ഈ അമ്പുകളൊന്നും നമ്മളെ ബാധിക്കില്ല. അതെല്ലാം തിരികെ പോകുന്നു നമുക്കറിയാനായിട്ട് സാധിക്കും. നമുക്ക് സങ്കീർത്തനം 64-ാം അധ്യായത്തിന്റെ ചില വാക്യങ്ങൾ വായിക്കാം. 64-ാം സങ്കീർത്തനത്തിൽ അവിടെ വായിക്കുകയാണ്. സങ്കീർത്തനം 64 അതിൻ്റെ 2-ാമത്തെ വാക്യം, ദുഷ്കർമ്മികളുടെ ഗൂഢാലോചനയിലും നീതികേട് പ്രവർത്തിക്കുന്നവരുടെ കലഹത്തിലും ഞാൻ അകപ്പെടാതെ വണ്ണം എന്നെ മറച്ചു കളഞ്ഞു. ഓരോ ദൈവ പൈതലും ദുഷ്കർമ്മികളുടെ ഗൂഢാലോചനയിൽ അകപ്പെടാൻ പാടില്ല. നീതികേട് പ്രവർത്തിക്കുന്നവരുടെ കലഹത്തിലും പോയി ചാടാൻ പാടില്ല. അവർ തങ്ങളുടെ നാവിനെ വാൾ പോലെ മൂർച്ചയാക്കുന്നു. നിഷ്കളങ്കനെ ഒളിച്ചിരുന്ന് നെയ്യേണ്ടതിന് അവർ കൈപ്പുള്ള വാക്കായ അസ്ത്രം തൊടുക്കുകയും ശങ്കിക്കാതെ പെട്ടെന്ന് അവനെ എഴുതുകളയും ചെയ്യുന്നു. അത് നീതിമാനായിട്ട് ജീവിക്കുന്ന ഒരുത്തൻ, ആർക്കും ഒരു ദ്രോഹം ചെയ്യാതെ ജീവിക്കുന്ന ഒരുത്തൻ, നിഷ്കളങ്കനായിരിക്കുന്ന ഒരുത്തൻ, ആരെയും പറ്റിക്കാതെ, ആരെയും ചതിക്കാതെ, ആരെയും വഞ്ചിക്കാതെ, ഒരു ഒത്തുതീർപ്പുകൾക്കും പോകാതെ നീതിമാനായിട്ട് ജീവിക്കുന്ന ഒരുത്തിന് നേരെ പിശാച് അമ്പുകൾ അയച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അമ്പുകൾ അയച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പറയാണ് 5-ാമത്തെ വാക്യം, ദുഷ്കാര്യത്തിൽ അവർ തങ്ങളെ തന്നെ ഉറപ്പിക്കുന്നു, ഒളിച്ച് കെണിവെക്കുവാൻ തമ്മിൽ പറഞ്ഞൊക്കുന്നു. അവർ തമ്മിൽ സൂത്രങ്ങളെ നിരൂപിക്കുകയാണ്, അങ്ങനെ പറഞ്ഞൊക്കെയാണ്. എന്നിട്ട് അവരും സ്വയം ചിന്തിക്കണം, നമ്മെ ആര് കാണാനാണ്? നമ്മൾ ഈ ഇരുളിൻ്റെ മറവിൽ ഇരുന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആരറിയാനാണ്? എന്നാൽ ആര് കാണുമെന്ന് അവർ പറയുന്നു. അവർ ദ്രോഹസൂത്രങ്ങളെ കണ്ടുപിടിക്കുന്നു. നമുക്കൊരു സൂക്ഷ്മ സൂത്രം സാധിച്ചു പോയി എന്ന് പറയുന്നു. അവരുടെ ഓരോരുത്തരുടെ അന്തരംഗവും ഹൃദയവും അഗാധം തന്നെ. എന്നാൽ ദൈവം അവരെ എയ്യും. ദൈവ പൈതലിൻ്റെ നേരെ മറഞ്ഞിരുന്ന് അമ്പുകളെ മൂർച്ച കൂട്ടി എയ്യുന്ന ദുഷ്കർമ്മികളുടെ നേരെ ദൈവം എയ്യും. അവിടെ പറയാണ്, എന്നാൽ ദൈവം അവരെ എയ്യും, അമ്പ് കൊണ്ട് അവർ പെട്ടെന്ന് മുറിവേൽക്കും. അങ്ങനെ സ്വന്തം നാവ് അവർക്ക് വിരോധമായിരിക്കാൽ അവർ ഇടറി വീഴുവാൻ ഇടയാകും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കെതിരെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വരുന്ന ഡീമൻ നെറ്റ്വർക്കുകളിൽ നിന്ന് വരുന്ന അമ്പുകൾ, അത് ദൈവം നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ദൈവം ഇതെല്ലാം നിരീക്ഷിച്ചതിന് ശേഷം ദൈവം എന്ത് ചെയ്യും? തിരിച്ച് അവരെ എയ്യും. ദൈവത്തിൻ്റെ അമ്പെന്ന് പറയുമ്പോൾ അത് സാധാരണ അമ്പ് പോലെയല്ല. അത് ഭയങ്കരമായ
കുഴപ്പം കൊടുക്കുന്ന അമ്പാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. 67-ാമത്തെ വാക്യത്തിൽ പറയാണ്, ദൈവം അവരെയും അമ്പ് കൊണ്ടവർ പെട്ടെന്ന് മുറിവേൽക്കും. ദൈവത്തിൻ്റെ അമ്പ് വളരെ വീര്യമുള്ള അമ്പാണ്. സാർശ്വാക്യങ്ങൾ സങ്കീർത്തനം 7-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, 7-9 വായിക്കുമ്പോൾ അവിടെ പറയാണ്, ദുഷ്ടന്റെ ദുഷ്ടത തീർന്നു പോകട്ടെ, നീതിമാനെ നീ ഉറപ്പിക്കണമേ. നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നുവല്ലോ. എൻ്റെ പരിച ദൈവത്തിൻ്റെ പക്കലുണ്ട്, അവൻ ഹൃദയപരമാർത്ഥികളെ രക്ഷിക്കുന്നു. ദൈവം നീതിയുള്ള ന്യായാധിപതിയാകുന്നു. ദൈവം ദിവസം പ്രതി കോപിക്കുന്നു. മനം തിരിഞ്ഞില്ലെങ്കിൽ അവൻ തൻ്റെ വാളിനെ മൂർച്ച കൂട്ടും. അവൻ തൻ്റെ വില്ലു കുലച്ചൊരുങ്ങിയിരിക്കുന്നു. അവൻ മരണാസ്ത്രങ്ങളെ അവൻ്റെ നേരെ തൊടുത്ത് തൻ്റെ ശരങ്ങളെ തീയമ്പുകളാക്കി തീർത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ അസ്ത്രം എന്ന് പറയുന്നത് അത് മരണാസ്ത്രങ്ങളാണ്, അത് തീയമ്പുകളാണ്. അത് ചെന്ന് തറച്ച് മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവമക്കളായിരിക്കുന്ന നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം നമുക്ക് യേശുക്രിസ്തുവിന്റെ രക്തം പ്രൊട്ടക്ഷൻ ആയിട്ടുണ്ട്. നമുക്കെതിരെ ശാപവാർത്തകളെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ആ വ്യക്തികൾക്ക്, അല്ലെങ്കിൽ ആ സാത്താൻ ഏജന്റുമാർക്ക്, സാത്താന്യ പുരോഹിതന്മാർക്ക് അവരുടെ നാവ് തന്നെ കുഴപ്പമായിട്ട് തീരും. അതുകൊണ്ടാണ് സംഖ്യാപുസ്തകത്തിൽ പറയുന്നത്, ആഭിചാരം ഇസ്രായേലിന് ഫലിക്കുകയില്ല, ലക്ഷണവിദ്യ യാക്കോബിന് പറ്റുകയില്ല എന്ന് അവിടെ പറയുന്നതിന് കാരണം ശപിക്കുവാനായിട്ടാണ് ബിലെയാം പോയത്. പക്ഷെ ദൈവം എന്ത് ചെയ്തു? ശാപങ്ങളെ അനുഗ്രഹമാക്കി തീർന്നു. നമുക്കെതിരെ ശപിക്കുമ്പോൾ നമ്മുടെ അടുക്കൽ അത് അനുഗ്രഹമായി തീരുകയും ആ അമ്പുകൾ തിരികെ അവരുടെ വാക്കുകൾ തന്നെ അവർക്ക് അപകടമായി തീരുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അവരുടെ നാവിലെ വാക്കുകൾ അവർക്ക് ദോഷകരമായി തീരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ സങ്കീർത്തനം 18-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മളിതൊന്നും അറിയരുതെന്ന് പിശാച് വളരെ ആഗ്രഹിക്കുന്നുണ്ട്. പിശാച് തോറ്റവനാണെന്നും അതുപോലെ തന്നെ അവനെതിരെ ഉപയോഗിക്കേണ്ട വാക്കുകളൊന്നും ഉപയോഗിക്കരുതെന്നൊക്കെ അവൻ വളരെ ആഗ്രഹിക്കുന്നുണ്ട്. സങ്കീർത്തനം 18-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, അവൻ അസ്ത്രം ചെയ്തവരെ ചിതറിച്ച് മിന്നലയച്ച് അവരെ തോൽപ്പിച്ചു. അതെ, ദൈവം അസ്ത്രം എയ്യുകയും ചെയ്യും, മിന്നലയക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ ഇടിയും മിന്നലും വന്ന് വീഴും. യാക്കോബ് 4-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ പറയാണ്, ആകയാൽ ദൈവത്തിന് കീഴടങ്ങുവൻ, പിശാചിനോട് എതിർത്ത് നിൽക്കുവൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവമക്കളായിരിക്കുന്ന നാം ചെയ്യേണ്ട ഒരു കാര്യം, ദൈവത്തിന് കീഴടങ്ങണം. ദൈവത്തിന് കീഴടങ്ങണം. രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിൽ രക്ഷിക്കപ്പെടാത്ത ഒരാളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ദുരിതം എന്ന് പറയുന്നത് വളരെ അപാരമാണ്. ഞാൻ ഈ ദിവസങ്ങളൊക്കെ ചില ആളുകളെ സന്ദർശിച്ചപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളും അവർ പ്രാർത്ഥനയ്ക്കായിട്ട് എന്നെ വിളിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ വളരെ സങ്കടം തോന്നി. ദൈവത്തിന് കീഴ്പ്പെടാതെ അവർ സ്വന്തം ബുദ്ധിക്കനുസരിച്ച് പോയത് നിമിത്തം അനുഭവിക്കുന്ന കഷ്ടതകൾ വളരെ വളരെ വലുതാണ്, ചെറുതൊന്നുമല്ല. അതുകൊണ്ട് ഇവിടെ പറയാണ്, ദൈവത്തിന് കീഴടങ്ങണം, ദൈവഹിതത്തിന് നാം സമർപ്പിക്കണം. പിശാചിനോട് എന്ത് ചെയ്യണം? എതിർത്ത് നിൽക്കണം. അനേകരും പിശാചാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നറിയാം, പക്ഷെ പിശാചിനോട് എതിർത്ത് നിൽക്കില്ല. അതിനുള്ള ഭയമാണ് അവർക്ക്, അതിന് ഭയമാണ്. എന്നാൽ പിശാചിനോട് എന്ത് ചെയ്യണം? യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് നമ്മൾ എതിർത്ത് നിൽക്കാൻ പറ്റുകയില്ല. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിശാച് ഇതിനോട് എതിർക്കുന്നു എന്ന് പറയുമ്പോൾ പിശാച് ഓടിപ്പോകും. എന്നാലും പിന്നെയും വരും. അപ്പൊ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിശാച് നിന്നോട് എതിർത്ത് നിൽക്കുന്നു എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഒരു ചിന്ത വരുന്നത്, അതിനുള്ള ശക്തി നമുക്കുണ്ടോ? അതൊക്കെ വലിയ വലിയ പാസ്റ്റർമാർക്ക്, വലിയ വലിയ അപ്പോസ്തലന്മാർക്ക്, വലിയ വലിയ ആളുകൾക്കല്ലേ അത് പറ്റുകയുള്ളൂ. യാക്കോബ് 5:17 പറയുന്നു, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ച് 3 വർഷവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. ഇവിടെ ഒരു കാര്യം, ഏലിയാവ് എന്ന് പറയുന്ന പ്രവാചകൻ, അവൻ പ്രാർത്ഥിച്ചപ്പോൾ 3 വർഷവും 6 മാസവും മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചു, മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. അപ്പോൾ ഒരു പ്രവാചകനായിരിക്കുന്ന ഏലിയാവ്, പഴയ നിയമത്തിൽ നമുക്ക് ഏലിയാവിൻ്റെ അനേക വീരപ്രവൃത്തികളെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ 3.5 വർഷം മഴ പെയ്യാതിരുന്നു. എന്നിട്ട് ഈ വാക്യത്തിന്റെ ആ പ്രാരംഭത്തിൽ പറയാണ്, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ, നമ്മളെപ്പോലെ ക്ഷീണമുള്ളവൻ, നമ്മളെപ്പോലെ ഭയമുള്ളവൻ, നമ്മളെപ്പോലെ ഓടിപ്പോകുന്നവൻ, നമ്മുടെ എല്ലാ സ്വഭാവങ്ങളുള്ള ആളാണ് ഏലിയാവ്. എന്നാൽ ഏലിയാവ് ചെയ്തതുപോലെ ചെയ്യുവാൻ നമുക്ക് പറ്റും. നമ്മൾ എടുക്കുന്നില്ല. നമ്മുടെ നാവിൽ ആ അധികാരം ദൈവം തന്നിട്ടുണ്ട്, നമ്മളത് എടുക്കുന്നില്ല. ഏലിയാവ് ചെയ്തതുപോലെ നമ്മൾ പറഞ്ഞ മഴ പെയ്യും, നമ്മൾ പറഞ്ഞ മഴ പെയ്യാതിരിക്കും. അതിനെക്കുറിച്ച് ഇപ്പോൾ ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. എൻ്റെ അനുഭവത്തിൽ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ മഴ പെയ്യാതിരിക്കും, നമ്മൾ പറഞ്ഞാൽ മഴ പെയ്യും. 3.5 വർഷമൊന്നും അല്ല ഞാൻ പറയുന്നത്. ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. അവിടെ 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിൽ 24-ാമത്തെ വാക്യത്തിൽ ഏലിയാവും ബാലിൻ്റെ പ്രവാചകന്മാരും തമ്മിൽ സന്ധിക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ ഏലിയാവ് ഒരു കാര്യം പറഞ്ഞു, തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം തന്നെ ദൈവം എന്നിരിക്കട്ടെ. നിങ്ങൾ ബാലിൻ്റെ പ്രവാചകന്മാർ, നിങ്ങൾ 450 പേരുണ്ട്, ഞാനിപ്പോൾ ഒരുവൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഏത് ദൈവമാണോ തീ കൊണ്ട് ഉത്തരമരുളുന്നത് ആ ദൈവം തന്നെ യഥാർത്ഥ ദൈവം എന്ന് നമുക്ക് പറയാം. അപ്പം ജനങ്ങൾ കൂടി നിൽക്കുകയാണ്, പ്രവാചകന്മാർ നിൽക്കുന്നുണ്ട്, അഹാബ് രാജാവുണ്ട്. അപ്പോൾ ഏലിയാവ് പറയാണ്, തീ കൊണ്ട് ഉത്തരമല്ലെന്ന് ദൈവമാണ് യഥാർത്ഥ ദൈവം എന്ന്. അതിന് ജനമല്ല, അത് നല്ല വാക്ക് എന്ന് പറഞ്ഞു. അത് കൊള്ളാം.
അത് കൊള്ളാം, തീ ഇറക്കി ഉത്തരവല്ലെന്ന് ദൈവം തന്നെ യഥാർത്ഥ ദൈവം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ സാത്താന്യ പുരോഹിതന്മാരും പ്രവാചകന്മാരെല്ലാം കൂടി നിന്ന് അവർ ഉച്ചവരെ ബാലിനോട് തീ ഇറക്കാനായിട്ട് പറഞ്ഞു. അവിടെ കളയൊക്കെ അറുത്ത് ഖണ്ഡമായിട്ട് ബലിപീഠമൊക്കെ തീർത്ത് അതിൻ്റെ മേലെ തീ ഇറക്കുവാനായിട്ട് കൽപ്പിച്ചു. ഇന്നത്തെ ബലിപീഠത്തിലെല്ലാം കോഴിയെയും ആടിനെയൊക്കെ അറുത്തതിന് ശേഷം ഇവർ തന്നെ തീ കത്തിക്കുക. എന്നാൽ ഇവിടെ ഏലിയാവ് പറഞ്ഞു, നിങ്ങൾ തീ കത്തിക്കാൻ പാടില്ല, തീ ആകാശത്ത് ഇറങ്ങണം, നിങ്ങൾ തീ ഇറക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഉച്ചവരെ ഇവർ കിടന്ന് ബാലിന്റെ പ്രവാചകനോട് നിലവിളിക്കുകയും മുറിവേൽപ്പിക്കുകയും ഒത്തിരി ചാടും തുള്ളും ഒക്കെ ചെയ്തു. ഒന്നും നടന്നില്ല. അപ്പോൾ ഏലിയാവ് പറഞ്ഞു, ശരി, നിങ്ങളുടെ സമയം കഴിഞ്ഞില്ലേ, ഇനി ഒരു കാര്യം ചെയ്യും, ഞാൻ യാഗപീഠം ഒരുക്കാമെന്ന് പറഞ്ഞു. ഏലിയാവ് യാഗപീഠം ഒരുക്കി, അതിനകത്തൊരു കാളയർത്ത് വെച്ചു. അതിനുശേഷം വെള്ളം ഒഴിക്കാനായിട്ട് പറഞ്ഞു. വെള്ളം ഒഴിച്ചു. അവിടെ മുഴുവൻ ആ തോടെല്ലാം ഉണ്ടാക്കിയ തോടിനകത്തെല്ലാം വെള്ളം ഒഴിച്ചു. കാരണം ഇവർ പറയും ഉച്ച ആയതുകൊണ്ട് ചിലപ്പോൾ തീ അങ്ങനെ അബദ്ധത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ലാസ്റ്റ് വന്നാൽ പൊരി വീണാണെന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട്. പിശാച് അങ്ങനെയുള്ള ഒരാളാണ്, അബോധം പറയുന്നവനാണ്. അപ്പോൾ ഏലിയാവ് എന്ത് ചെയ്തു, എല്ലാ സാധ്യതകളും കെടുത്തിക്കളഞ്ഞ് കംപ്ലീറ്റ് വെള്ളം ഒഴിച്ച് അങ്ങോട്ട് അവിടെ ക്ലിയർ ചെയ്തു. 2-3 പ്രാവശ്യം അവരെ കണ്ട് വെള്ളം ഒഴിപ്പിച്ച് തോടിനകത്ത് വെള്ളം നിറച്ച് അങ്ങനെ. അതിനുശേഷം ഏലിയാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, അബ്രഹാമിന്റെ, ഇസാഖിന്റെ, യാക്കോബിന്റെ ദൈവമേ, നീ എന്നെ അയച്ചു എന്ന് ജനം അറിയേണ്ടതിന് ഇപ്പോൾ തീ ഇറങ്ങണമേ എന്ന് പറഞ്ഞപ്പോൾ അവിടെ തീ ഇറങ്ങി, ബലിപീഠം കത്തിച്ചു. ആ വെള്ളം വരെ തീ ഭക്ഷിച്ചു കളഞ്ഞു. അതെ, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ്. നമ്മൾ പ്രാർത്ഥിച്ചാൽ പിശാചിന്റെ പുരോഹിതന്മാരും ബാലിന്റെ പ്രവാചകന്മാരും ഏജന്റുമാരും ഒരുക്കിയിരിക്കുന്ന ബലിപീഠം ദൈവിക ന്യായവിധിയുടെ തീയിറങ്ങി കത്തിച്ചാമ്പലായി പോകും. നമുക്ക് ഇതിനുള്ള അധികാരം ദൈവം നൽകിയിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്കൊരു ദോഷവും വരികയില്ല. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, യാക്കോബിന്റെ ലേഖനത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്, പിശാചിന് ഇടം കൊടുക്കരുത്. പിശാചിന് അവകാശം പറയാനുള്ള ഒന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാകാൻ പാടില്ല. പണപരമായ കാര്യങ്ങളിൽ നാം സത്യസന്ധരായിരിക്കണം. അന്യായം ചെയ്ത പണം നമ്മുടെ കയ്യിൽ ഉണ്ടാകാൻ പാടില്ല. വിശുദ്ധി സംബന്ധമായ കാര്യങ്ങളിൽ നാം വിശ്വസ്തരായിരിക്കണം. അശുദ്ധിയിൽ നമ്മൾ പോയി വ്യഭിചാരമെല്ലാം ചെയ്തതിന് വന്നതിന് ശേഷം തീ ഇറക്കണമെന്ന് പറഞ്ഞാലൊന്നും തീ ഇറങ്ങില്ല. ദൈവഹിതമല്ലാത്ത കാര്യങ്ങളെല്ലാം ചെയ്തതിന് വന്നതിന് ശേഷം ഈ പ്രാർത്ഥനയൊന്നും പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല. എന്നാൽ ദൈവത്തെ ഭയന്ന് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവിക വഴികളിലൂടെ നടക്കുകയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്കെതിരെ എവിടെയെല്ലാം ബലിപീഠങ്ങൾ തീർത്തിരിക്കുന്ന കുറ്റിക്കാട്ടുകളിൽ, പർവ്വതങ്ങളിൽ, താഴ്വാരങ്ങളിൽ, വീടുകളിൽ, മരത്തിന്മേൽ പല രീതിയിലും ബലിപീഠങ്ങൾ ഒരുക്കി വെച്ചിരിക്കും. ഈ ബലിപീഠത്തിന്മേൽ ഏലിയാവിൻ്റെ കാലത്തുള്ള തീ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞാൽ തീ ഇറങ്ങും. ഏലിയാവിൻ്റെ കാലത്ത് ദൈവം ഇറക്കിയതുപോലെ തീ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞാൽ ദൈവം ഇടിയും മിന്നലും അയക്കും. നമ്മുടെ ദൈവം അങ്ങനെയുള്ള ദൈവമാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ പിശാചിനെ ഭയന്ന് ജീവിക്കുവാനായിട്ടല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്, ദൈവത്തെ ഭയന്ന് ജീവിക്കുവാനായിട്ടാണ്. ദൈവഭയം നമ്മളിൽ ഉണ്ടാകണം. പാപ വഴികളെ വിട്ട് നീതിമാന്മാരെ പോലെ ജീവിക്കുവാൻ തക്കവണ്ണം, ഈ തലമുറയിൽ വിശ്വസ്തയോടുകൂടി ജീവിക്കുവാൻ തക്കവണ്ണം, സത്യസന്ധതയോടുകൂടി ജീവിക്കുവാൻ തക്കവണ്ണം നീ തീരുമാനം എടുക്കുമെങ്കിൽ ദൈവം നിന്നോട് കൂടെ ഇരിക്കും. ദൈവത്തിൻ്റെ ദൂതന്മാർ നിനക്ക് കാവൽ തരും. യേശുക്രിസ്തുവിന്റെ രക്തം നീ പോകുന്നിടത്തെല്ലാം നിനക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാകും. നിന്റെ വീടുകളിൽ അത് കവറിങ് ആയിരിക്കും. നിന്റെ ഗമനത്തെ ആഗമനത്തെ അവൻ പരിപാലിക്കും. നിന്റെ ഇടത്തും വലത്തും 1000-ഉം 10,000-ഉം വീണാലും ഒരു ബാധ നിന്റെ കൂടാരത്തിന് എടുക്കുകയില്ല. ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ നേടണമെങ്കിൽ ദൈവത്തെ ഭയന്ന് പിശാചിന് ഇടം കൊടുക്കാതെ ദൈവിക വഴികളിൽ മുന്നേറുമ്പോൾ നമുക്കിതെല്ലാം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ നാവിന്മേൽ ജീവനും മരണവും ഇരിക്കുന്നു. നാം പറയുന്നത് സംഭവിക്കും. അതുകൊണ്ട് വരുന്ന ആളുകളിൽ കൂടുതൽ ദൈവഭയത്തോടെ ജീവിച്ച് മുന്നേറുവാൻ, പിശാചിനെ എതിർത്ത് മുന്നേറുവാൻ നാം ജയാളികളാണ്, നാം ഇരകളല്ല. നാം ജയാളികളാണ്. അതുകൊണ്ട് ജയാളികളായിട്ട് മുന്നേറുവാൻ തക്കണം ഇന്നത്തെ വചന കേൾവി നമുക്കിടയാകട്ടെ. കർത്താവിൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഇന്ന് ഞങ്ങളെ കൽപ്പിച്ച ദൈവവചനത്തിനായിട്ട് സ്തോത്രം. ദൈവമേ, വചനം കേട്ട മക്കളെയൊക്കെ നീ അനുഗ്രഹിക്കണമേ. പിശാചിൻ്റെ പോരാട്ടങ്ങളിൽ കുടുങ്ങി അവർ ദൈവത്തെ ഭയപ്പെടാതെ ജീവിക്കുവാൻ ഇടയാകരുത് കർത്താവെ. ദൈവത്തെ ഭയന്ന് പിശാചിനോട് എതിർത്ത് നിന്ന് ജീവിക്കുവാനുള്ള കൃപനെ അവർക്ക് കൊടുക്കണമേ. അവർക്ക് വിരോധമായി പിശാച് കെട്ടിയിരിക്കുന്ന എല്ലാ കെട്ടുകളും സ്വർഗ്ഗത്തിലും ഭൂമിയിലും അധികാരമുള്ള നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അഴിക്കുകയാണ്. അടിയന് വിരോധമായി, അടിയന്റെ കുടുംബത്തിന് വിരോധമായി, കുഞ്ഞുങ്ങൾക്ക് വിരോധമായി, വാഹനങ്ങൾക്ക് വിരോധമായി, വസ്തുക്കൾക്ക് വിരോധമായി പിശാച് കെട്ടിയിരിക്കുന്ന എല്ലാ കെട്ടുകളും ഉടക്കുകയാണ്. എല്ലാ കോട്ടകളും ഇടിക്കുവാൻ ഞങ്ങൾക്ക് ദൈവ അധികാരം നൽകിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം. പിശാച് കെട്ടുന്ന എല്ലാ കോട്ടകളും യേശു ക്രിസ്തുവിന്റെ മഹത്തായ നാമത്തിൽ ഞങ്ങൾ ഇടിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ രക്തം ഇന്ന് ഈ വചനം കേട്ട മക്കളുടെ മേലെല്ലാം അങ്ങ് ചൊരിയണമേ കർത്താവേ. ഈ വചനം ഏതെങ്കിലും രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തി, അതൊരു സാത്താന്യ പൂജാരിയോ ഒരു സാത്താന്യ ഏജന്റോ സാത്താൻ ഉപയോഗിച്ച് മന്ത്രവാദം ചെയ്യുന്ന ഒരു വ്യക്തിയോ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവർ മനം തിരിഞ്ഞ് യേശു ക്രിസ്തുവിന്റെ രക്ഷിതാവും കർത്താവായിട്ട് സ്വീകരിക്കുവാൻ ഇടവരുത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനം മുഴങ്ങി ചെല്ലുവാൻ തക്കവണ്ണം ഇടവരുത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനമാണ് അടിയൻ സംസാരിച്ചിരിക്കുന്നത്.
സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം, പാറയെ തകർക്കുന്ന ചുറ്റികയായിരിക്കുന്ന ദൈവത്തിന്റെ വചനം, ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയായിരിക്കുന്ന ദൈവത്തിന്റെ വചനം, പ്രാണനെയും ആത്മാവിനെയും സന്ധിവന്യകളെയും വേറുപിടിക്കും വരെ തുളച്ചിലുള്ള ശക്തിയുള്ള ദൈവത്തിന്റെ വചനം കർത്താവെ, അത് കടന്നുചെല്ലുന്ന ഓരോ ഹൃദയങ്ങളിലും അതിന്റെ ക്രിയ ചെയ്യുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ടും പ്രാർത്ഥിക്കുന്ന അവരെയൊക്കെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കണമേ. അനേകരിലേക്ക് അതിനെ വിത്തുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ. കർത്താവെ, രണ്ടാം സ്വർഗത്തിൽ ക്രിയ ചെയ്യുന്ന അശുദ്ധ ആത്മാക്കൾ അവർ കൊണ്ടുവരുന്ന തടസ്സങ്ങളെല്ലാം യേശുക്രിസ്തു നാമത്തിൽ ബ്രേക്ക് ചെയ്യാണ് കർത്താവെ. ഈ നെറ്റ്വർക്കിന്റെ മേൽ പിശാച് ഇടപെടുന്ന എല്ലാ ഇടപാടുകളും യേശുക്രിസ്തു നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു കർത്താവെ. ഈ വചനം കേൾക്കുവാനായിട്ട് ആരെങ്കിലും ആഗ്രഹിച്ച് കർത്താവെ, അത് ഓപ്പൺ ചെയ്യുമ്പോൾ യൂട്യൂബ് ചാനലിലൂടെ അത് കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ അത് കാണുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പൈശാചിക കോട്ടകളോടും യേശുക്രിസ്തു നാമത്തിൽ എതിർക്കുകയാണ്. എല്ലാ പൈശാചിക ഏജന്റുമാരോടും യേശുക്രിസ്തു നാമത്തിൽ എതിർക്കുകയാണ്. യേശുക്രിസ്തു നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുകയാണ് കർത്താവെ. അതിനെ കേട്ട മക്കളൊക്കെ അനുഗ്രഹിക്കണം. എടിനും കൃപനായിട്ട് സ്തോത്രം. മഹത്വം എടുത്താട്ടെ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ.